പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റാഗിയും ക്യാരറ്റൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. ഇത് കഴിക്കാനായിട്ട് പ്രത്യേകം കറികളുടെ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വേപ്പിലയാണ്. 3-4 വേപ്പില ചെറുതായിട്ട് മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റും സവാളയുമാണ്. ഒരു ചെറിയ ക്യാരറ്റും ഒരു ചെറിയ സവാളയും എടുത്തിട്ടുണ്ട്. രണ്ടും വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റും സവാളയും ഒരുമിച്ച് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പും ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ക്യാരറ്റും സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. വഴന്ന് അതിൻ്റെ കളറൊന്നും മാറിപ്പോകേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും. ഈ സമയത്ത് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ചില്ലി ഫ്ലേക്സ് കയ്യിലില്ലെങ്കിൽ നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് 2 വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്താലും മതി. ചില്ലി ഫ്ലേക്സിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ക്യാരറ്റും സവാളയും വഴറ്റണ നേരത്ത് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് ഒരു പാത്രത്തിലോട്ട് 1/2 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. 125 ml കപ്പിൽ 1 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് കൈ വെച്ച് റാഗിപ്പൊടിയും ഉപ്പും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. പുട്ടിനൊക്കെ എടുക്കണ പോലത്തെ തരിയുള്ള പൊടിയാണിത്, തീരെ നൈസ് പൊടിയല്ല. ഇത് വീട്ടിൽ തന്നെ റാഗി മുളപ്പിച്ച് വറുത്ത് നമ്മുടെ മിക്സി ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് നനച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് സാധാരണ നമ്മൾ പുട്ടിന് നനച്ചെടുക്കുന്ന പോലെ തന്നെ ഇതും നനച്ചെടുക്കാം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് റാഗി. ഡെയിലി നമ്മുടെ ഡയറ്റിൽ റാഗി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഡയബറ്റീസ് ആയിട്ടുള്ളവർക്കും കൊളസ്ട്രോൾ കുറയാനും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് റാഗി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. റാഗിയിൽ കാലറി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചോറ് കഴിക്കുന്നതിൻ്റെ 1/3 മാത്രമേ റാഗി എടുക്കാനായിട്ട് പാടുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം അതിന് കിട്ടുകയുള്ളൂ. ഇപ്പോൾ റാഗിപ്പൊടി പാകത്തിന് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈ വെച്ച് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഒരു കട്ടയായിട്ട് കിട്ടണം. അതുപോലെ തന്നെ പൊടിച്ചിടുമ്പോൾ ഈസി ആയിട്ട് അങ്ങ് പൊടിഞ്ഞും പോകണം. ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മുഴുവൻ ഇത് നനച്ചെടുക്കാനായിട്ട് വേണ്ടി വന്നില്ല. 1 ടേബിൾ സ്പൂണോളം വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പൊടിയുടെ നനവനുസരിച്ചിട്ട് പാകത്തിന് വെള്ളം ചേർത്ത് നനച്ചെടുക്കുക. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ക്യാരറ്റും സവാളയൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ നനച്ച് വെച്ച റാഗിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ മുഴുവനായിട്ടും ചൂടാറിയിട്ടില്ല, ചെറിയൊരു ചൂടോട് കൂടി തന്നെയാണ് ഇത് റാഗിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ക്യാരറ്റ് ഉണ്ടല്ലോ, വഴറ്റിയെടുത്ത ക്യാരറ്റും പിന്നെ നമ്മൾ നനച്ചെടുത്ത റാഗിപ്പൊടിയും, ഇത് രണ്ടും കൂടി നന്നായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലോട്ട് 2 സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് മിക്സ് ഉണ്ടല്ലോ, റാഗിപ്പൊടിയും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ട്, അതിൽ നിന്ന് 3-4 ടേബിൾ സ്പൂൺ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് 2 സ്പൂൺ തേങ്ങ ചെറുകിയതും കൂടി ചേർത്ത് കൊടുത്ത് സാധാരണ പുട്ട് വേവിച്ചെടുക്കണ പോലെ ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് സാധാരണ പുട്ടുകുറ്റിയിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് ഞാൻ കുക്കറിന്റെ മുകളിൽ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഞാനൊരു കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ആവി വരാനായിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുക്കറിൽ നിന്ന് നന്നായിട്ട് ആവി വരണുണ്ട്. ഈ സമയത്ത് നമ്മൾ റാഗി നിറച്ച ആ പാത്രം ഈ കുക്കറിന്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് 6-7 മിനിറ്റ് നന്നായിട്ട് ആവി ഏറ്റിയെടുക്കണം. കുക്കറിൽ നിന്ന് നന്നായിട്ട് ആവി വന്ന ശേഷം മാത്രമേ ഈ റാഗി നിറച്ച പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ ഈ റാഗിയുടെ പാത്രത്തിന്റെ ആ ഹോൾസ് ഉണ്ടല്ലോ, മുകളിലുള്ള ഹോൾസ്, അതിൽ നിന്നൊക്കെ നന്നായിട്ട് ആവി വരാനായിട്ട് തുടങ്ങും. അങ്ങനെ ആവി വന്നിട്ട് 2-3 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് മാത്രമേ ഈ പാത്രം അടുപ്പത്ത് നിന്ന് മാറ്റാവൂ. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റാഗി പുട്ട് റെഡി ആയിട്ടുണ്ട്. രാവിലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇത് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്